അല്ലെ സംഗീത? ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസൗമ്യ യുദ്ധത്തിന്റെ 313 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും വജ്ര പാടുന്നതും ഗൗരി തീർത്ഥയാണ്. ഗൗരി തീർത്ഥ 3 ഓംകാരവും 3 സായിഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. രാമകഥാ രസവാഹിനിയിലെ 23-ാം അധ്യായമായ കണ്ടേൻ സീതയെ എന്ന ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ സീതാന്വേഷണം മഴ കാരണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് നാം കണ്ടു. മഴ മാറി കാലാവസ്ഥ അനുകൂലമായപ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് സുഗ്രീവന് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യപ്പെടുന്നു. ലക്ഷ്മണൻ ഹനുമാനെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. തുടർന്ന് സുഗ്രീവൻ സൈന്യത്തെ 4 ദിക്കുകളിലേക്ക് സീതാന്വേഷണത്തിനായി അയക്കുന്നു. ഹനുമാനും കൂട്ടരും കിഴക്ക് ദിശയിലേക്കാണ് പോയത്. ഭക്ഷണവും വിശ്രമവുമില്ലാതെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് കാടിന്റെ നാനാദിശയിലേക്കും ഗുഹകളിലും അവർ സീതാദേവിയെ തിരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തടാക തീരത്ത് സ്വയംപ്രഭ എന്നു പേരുള്ള ഒരു സ്ത്രീ ധ്യാനിക്കുന്നത് കണ്ടു. ക്ഷീണിതരായ വാനരർക്ക് വിശപ്പകറ്റാൻ അവർ ഫലങ്ങൾ നൽകി. തങ്ങളുടെ ലക്ഷ്യം ആ സ്ത്രീയോട് അവർ പറയുന്നു. അപ്പോൾ അവർ ആദ്യം തന്റെ കഥ ശ്രവിക്കുവാൻ അവരോട് പറയുന്നു. അവർ ആകാശഗന്ധർവന്റെ മകളാണെന്നും നാമധേയം സ്വയംപ്രഭ എന്നാണെന്നും ബ്രഹ്മാവിന്റെ വരത്താൽ അവസാന കാലത്ത് അവതാര പുരുഷനെ കാണാൻ യോഗം അഥവാ ഭാഗ്യം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നും വാനരന്മാർ കാരണത്താൽ ശ്രീരാമസ്വാമിയെ കുറിച്ച് അറിയും എന്നും ദർശനം സാധ്യമാകുമെന്നും പറയുന്നു. അവർ ഒരു നിമിഷം ധ്യാനിച്ച ശേഷം ഒരു കടൽ തീരത്തുള്ള മനോഹരമായ ഒരിടത്ത് സീതാദേവി ദുഃഖിതയായും ക്ഷീണിതയായും ഇരിക്കുന്ന വിവരം വാനരന്മാരെ അറിയിക്കുന്നു. തുടർന്ന് വാനരന്മാർ കടൽ തീരത്ത് എത്തിച്ചേരുന്നു. സീതാന്വേഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടതിൽ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വിഷമിച്ചിരിക്കുന്ന വാനര സൈന്യത്തെ ജാംബവാൻ ആശ്വസിപ്പിക്കുന്നു. ആ സമയത്ത് സമ്പാദി എന്നു പേരുള്ള വലിയ ഒരു പക്ഷി അവിടേക്ക് വരുന്നു.
താൻ ജടായുവിന്റെ സഹോദരനാണ് എന്നും തനിക്ക് ചന്ദ്രമ എന്ന മഹർഷി ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ പത്നി സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോകുമെന്നും അവരെ തിരഞ്ഞ് വാനരന്മാർ വരുമെന്നും സീതാദേവി എവിടെയാണ് ഉള്ളതെന്നും പറഞ്ഞു കൊടുക്കാനുള്ള ദൗത്യമാണ് തനിക്കുള്ളത് എന്നും പറയുന്നു. തെക്ക് ദിശയിലേക്ക് പോകാൻ സമ്പാദി ആവശ്യപ്പെടുന്നു. എന്നാൽ കടൽ ചാടിക്കടക്കുക എന്ന വലിയ സാഹസം ആ വാനരന്മാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി മാറി. അംഗദൻ ഹനുമാനെ പുകഴ്ത്തിക്കൊണ്ട് ഹനുമാന്റെ ശക്തിയെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. അതിശക്തമായ ചാട്ടത്തോടെ ഹനുമാൻ രാമദൗത്യത്തിന് തുടക്കം കുറിക്കുന്നു. സമുദ്രമധ്യത്തിനടുത്ത് പറന്നെത്തിയപ്പോൾ മൈനാക എന്ന പർവ്വതം ഉയർന്നുവന്ന് വായുപുത്രന് ക്ഷീണമകറ്റാൻ സൗകര്യമൊരുക്കി. കാരണം ഈ പുണ്യമായ ദൗത്യത്തിൽ ഒരു പങ്ക് തനിക്കും നേടാൻ മൈനാകം ആഗ്രഹിച്ചു. രാമദൗത്യം കഴിയുന്നതുവരെ എനിക്ക് വിശ്രമമില്ല എന്ന് ഹനുമാൻ പറയുന്നു. ലങ്കയിലെത്തിയ ഹനുമാൻ നഗരിയുടെ ഭംഗി കണ്ട് ആശ്ചര്യപ്പെടുന്നു. ദൗത്യം പൂർത്തീകരിക്കാൻ വേഷം മാറി ചെറിയ രൂപത്തിൽ ഹനുമാൻ കവാടത്തിൽ എത്തി. ലങ്കാലക്ഷ്മി എന്ന രാക്ഷസി ഹനുമാനെ തടയുന്നു. ഹനുമാൻ അവരെ തോൽപ്പിക്കുന്നു. സീതാമാതാവിനെ അന്വേഷിക്കുന്ന വേളയിൽ ഹരിനാമ കീർത്തനം ഒരമ്പലം പോലെ തോന്നിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കേട്ടു. ബ്രാഹ്മണ രൂപത്തിൽ ഹനുമാൻ അവിടെ പ്രവേശിക്കുന്നു. രാവണന്റെ അനുജനായ വിഭീഷണൻ ആയിരുന്നു അവിടെ ഹനുമാൻ തന്റെ ദൗത്യം അറിയിക്കുന്നു. രാമൻ ഭക്തന്റെ ഹൃദയമാണ് നോക്കുക. അതിനാൽ വിഭീഷണന് രാമദർശനം സാധ്യമാകുമെന്നും ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. രാമമാഹാത്മ്യം കേട്ട വിഭീഷണൻ വികാരീധനാകുന്നു. അശോകവനത്തിൽ സീതയുണ്ടെന്ന് വിഭീഷണൻ ഹനുമാനെ അറിയിക്കുന്നു. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ ലങ്കയുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിഭീഷണൻ ഹനുമാനോട് പറയുകയും ചെയ്യുന്നു. ദുഃഖിതനായ സീതാമാതാവിനെ ഹനുമാൻ കാണുന്നു. ആ സമയം രാവണൻ അഭ്യർത്ഥനയുമായി ദേവിയുടെ മുന്നിൽ വരുന്നത് ഹനുമാൻ കാണുന്നു. മാത്രമല്ല സീതാമാതാവ് രാവണനോട് കോപിക്കുന്നതും കാണാൻ ഇടയാകുന്നു. സീതാമാതാവിന്റെ ദുഃഖം കണ്ട് ഹനുമാന് സങ്കടമുണ്ടാകുന്നു. ഇതേ സമയം ത്രിജട എന്ന രാക്ഷസി താൻ കണ്ട സ്വപ്നത്തെ പറ്റി പറയുന്നു. ഒരു വാനരൻ വരുമെന്നും അവൻ ലങ്ക നശിപ്പിക്കുമെന്നും വിഭീഷണൻ രാജാവാകുമെന്നുമായിരുന്നു സ്വപ്നം. ത്രിജട സീതാമാതാവിനെ സമാധാനിപ്പിക്കുന്നു. രാക്ഷസികൾ പിരിഞ്ഞുപോയ സമയത്ത് ശ്രീരാമന്റെ മോതിരം സീതാദേവിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. താൻ രാമദൂതൻ ആണെന്ന് ഹനുമാൻ ദേവിയോട് പറയുന്നു. ആദ്യം ദേവി വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. സീതാദേവിക്കും രാമനും മാത്രമറിയുന്ന ചില കാര്യങ്ങൾ ഹനുമാൻ വിശദീകരിച്ചപ്പോൾ ദേവി ഹനുമാനെ വിശ്വസിച്ചു. തുടർന്ന് ദേവി ശ്രീരാമസ്വാമിയെ കുറിച്ച് അന്വേഷിക്കുന്നു. തന്റെ പുറത്ത് കയറിയിരിക്കൂ മാതേ എന്ന് ഹനുമാൻ ദേവിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ദേവി ഹനുമാനോട് പറയുന്നത് ഇപ്രകാരമാണ്: കണ്ടുവരാനേ രാമൻ കൽപ്പനയുള്ളൂ ഹനുമാൻ, കൊണ്ടുവരാനല്ല എന്ന്. രാമന്റെ യശസ് വർദ്ധിക്കാൻ രാമൻ തന്നെ ഇവിടെ വന്ന് രാക്ഷസ നിഗ്രഹം ചെയ്ത് തന്നെ കൊണ്ടുപോകണമെന്ന് ദേവി അറിയിക്കുന്നു. തുടർന്ന് മാതാവിനെ നമസ്കരിച്ച് കണ്ടു സീതയെ എന്ന് പറയാനായി മടങ്ങിപ്പോകുന്ന ഭാഗത്ത് ഈ അധ്യായം അവസാനിക്കുന്നു. ജയ് സായിരാം. തീർത്ഥ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ഭജന പാടുമ്പോ വീഡിയോ ഓൺ ചെയ്യണേ. సంగీత ఊర్మిళ జనక మహారాజు ఒక మొదటి బిడ్డ.
Urmila is the first daughter of Janaka. ఆమె గొప్ప గుణవంతురాలు. She is noble. ఆమె త్యాగము ఆమె ఔదార్యము ఎవరికి లేదు. That sacrifice and the spirit of generosity. ఆమె పెయింట్ వేసుకుంటూ కూర్చుంది. And she was painting at that day. ఏమిటి పెయింట్? What was the painting? రేపటి దినం జరిగేటువంటి పట్టాభిషేకము శ్రీరామచంద్రునికి సీతకు ఉండినటువంటి ఒక సన్నిహిత సంబంధం అంతా పెయింట్ వేసి తన తండ్రి అయినటువంటి జనకుడికి పంపాలని సంకల్పించుకుంది. She was painting the coronation ceremony of Rama and Sita, and as the whole painting has to be sent to her father, King Janaka. అది వేస్తూ ఉండినది పాపం. She was painting. ఊర్మిళ అన్నాడు లక్ష్మణుడు. Lakshmana said at one instance, Urmila. ఒక్కతూరి ఉలిక్కిపడి లేచినట్టుగా లేచింది. She just got up. లేచేటప్పటికి ఆ పెయింట్ ఆ ఫోటో అన్ని చెల్లిపోయినాయి, దానిపైన పడిపోయినాయి. ఆ వేసిన పెయింట్ అంతా కూడా చెదిరిపోయింది. In the meantime, what happened was the paint spilt over the painting and the whole paint was erased. అయ్యో, నేను దీన్నంతా చెడగొట్టుకున్నానే అని బాధపడుతున్నాను. She was feeling sad because the painting was spoiled. అప్పుడు లక్ష్మణుడు చెప్పాడు, విచారించవద్దు. Lakshmana said, don't bother. రాముడి యొక్క నిజ పట్టాభిషేకము The coronation. కౌసల్య చెడగొట్టింది. Coronation was నీ spoiled. పెయింట్ యొక్క spoiled. పట్టాభిషేకము నీ భర్త లక్ష్మణుడే చెడగొట్టాడు. And Lakshmana also spoiled the coronation. కాబట్టి దీనికి విచారించనక్కర్లేదు. So don't worry. నేను వెళుతున్నాను. I am proceeding. ఎక్కడికి? Where are you going? రామసేవకు ఉన్నాడు. I am proceeding to serve Rama. ఆమె ఆనందంగా అంగీకరించింది. And she was so happy. నేను వస్తానని కానీ నువ్వు పోతున్నావే నేను కూడా నన్ను కూడా తీసుకెళ్ళమని కానీ ఏమి ఒత్తిడి పెట్టలేదు. And Urmila never said you are going that you should necessarily take me, I will follow you. Nothing of that sort. నాథ, నిన్ను నీ సోదరుణ్ణి నా అత్తగారు ఈ సోదరుల యొక్క సేవ నిమిత్తమే కన్నది. And in fact you are born to serve your brothers. That is very purpose behind your birth. శత్రుఘ్నుడు భరత సేవ కోసమై, Shatrughna is there to serve Bharata. లక్ష్మణుడు రామ సేవ కోసమని. Lakshmana is born to serve Rama. కాబట్టి మీ సేవను మీరు చేసుకోండి, So let you మీ serve. కర్తవ్యాన్ని మీరు నిర్వర్తించండి Let you do your అని duty. చెప్పి So saying, ఒక్క మాట మాత్రం చెప్పింది. she said once. ఏ సమయంలోనైనా కూడా నువ్వు 14 సంవత్సరం లోపల ఒక్క క్షణం కూడా నన్ను తలంచవద్దు. During the 14 years of exile, never think of ఏ me. భార్య అయినా చెప్తుందా ఇట్లా? Will any wife talk like that? ఎవ్వరు చెప్పరు, Nobody. సంకల్పించరు. నన్ను Nobody. క్షణమైనా కూడా మీరు తలంచకూడదు. And you should not think of me even for a moment, she said, రామసీతల యొక్క సేవకు అభ్యంతరం కలుగుతుంది. because it may come in the way of service. సీతారాముల యొక్క దీన్నే చింతిస్తూ And you should think of Mother Sita. వారిని ఏ విధమైన ఆటంకం లేకుండా కాపాడుతుంటారు. Without any obstacle in the way, నన్ను you మాత్రం మీరు should serve them పూర్తి innocently. మర్చిపోండి 14 సంవత్సరంలో. And that you forget me during this period of 14 ఆ years. విశాలమైనటువంటి భావమునకు లక్ష్మణుడే కంటిదారులు కార్చాడు. And Lakshmana was shedding tears watching the broad-mindedness of Urmila. నీకు ఇంత గొప్ప విశాల బుద్ధి ఉంటున్నదని నేను తలుచుకోలేదు. I never thought that you are so broad-minded, said కనుక Lakshmana. నీ విశాల హృదయంనే నేను ఏమాత్రము హృదయం నందుకుంటాను. And I'll keep what you said because you are broad-minded. అప్పుడు ఊర్మిళ చెప్పింది, ఈ విశాల హృదయాన్ని కూడా నీవు తలంచవద్దు. You don't think of this temperament, సీత broad-minded. యొక్క విశాల హృదయాన్ని నీవు స్మరిస్తురా, And you think of the heart of Sita. రాముని యొక్క ప్రతిజ్ఞను నువ్వు నెరవేర్చుకుంటురా And you see that you follow the command of Rama. అని సీతారాముని యొక్క సేవ యందు ఎట్టి అభ్యంతరములు కాకుండా ఉండే నిమిత్తంగా ఈ యొక్క ఈమె సాధించింది. She said that nothing should interfere as he serves ఊర్మిళ Rama. యొక్క గుణవంతురాలు, Urmila, the virtuous one, Urmila, సుమిత్ర వంటి మాతృమూర్తులు and the mother of the type of ఈ లోకంలో కాదు ఏ లోకంలో కూడా ఎక్కడ కనిపించరు. not only in this world, you don't find anywhere. గౌరీ తీర్థ వీడియో ఆన్ చేయటం పెద్దనే పాడుకోడు. రామ 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 నామ తారకం రామ 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 నామ తారకం రామకృష్ణ వాసుదేవ భక్తి ముక్తిదాయకం రామకృష్ణ వాసుదేవ భక్తి ముక్తిదాయకం రామ 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 నామ తారకం జానకీ మనోహరం సకల లోకనాయకం జానకీ మనోహరం సకల
ലോകനായകം ശങ്കരാതിസേവ്യമാന ദിവ്യനാമ കീർത്തനം ശങ്കരാതിസേവ്യമാന ദിവ്യനാമ കീർത്തനം രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 നാമ താരകം ജാനകി മനോഹരം സകല ലോകനായകം ശങ്കരാതിസേവ്യമാന ദിവ്യനാമ കീർത്തനം രാമ 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 നാമ താരകം. സായിരാം, നന്നായി കേട്ടോ. നന്നായി. ഭജന നമ്മളെ വളരെ ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോരുത്തരായിട്ട് പറയണേ. ഒരാൾ പറയും, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരാൾ പറയുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ആൾ പറയാം. ശരത്കാലമായപ്പോ രാമൻ എന്ത് ആദേശമാണ് നൽകിയത്? ശ്യാമള. സത്യഭാമയില്ലേ? ശരത്കാലമായപ്പോൾ രാമൻ എന്ത് ആദേശമാണ് നൽകിയത് ലക്ഷ്മണനോട്? സുഗ്രീവനോട് സഖ്യം പറഞ്ഞല്ലേ, സഖ്യം പറഞ്ഞ് അവിടുന്ന് രാജാവായി ശേഷം സുഗ്രീവിന്റെ ഭാഗത്തുനിന്ന് ഒരു ആൻസറും ഇങ്ങോട്ട് ഉണ്ടായില്ല. അതുകൊണ്ട് ഹനുമാരോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാന്നുള്ള ഒരു ഇതല്ലേ പറഞ്ഞത്. സുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ പറയുന്നത്. ആരാണ് തന്റെ പ്രതിജ്ഞയെ പറ്റി സുഗ്രീവനെ ഓർമ്മിപ്പിച്ചത്? ഹനുമാൻ. സുഗ്രീവൻ സീതാന്വേഷണത്തിനായി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത്? വാനരന്മാരെ 4 ദിക്കിലും അയച്ചു. അതെ അതെ. ഹനുമാൻ ഏത് ദിക്കിലേക്കാണ് പോയത്? കിഴക്ക് ദിക്കിലേക്ക്. തടാക തീരത്തവർ ആരെയാണ് കണ്ടത്? സ്വയംപ്രഭ. വെരി ഗുഡ്. സ്വയംപ്രഭ. സ്വയംപ്രഭയുടെ സ്നേഹിത ആരായിരുന്നു? എന്നാ അപ്സരസ്. സ്വയംപ്രഭ ബ്രഹ്മാവിൽ നിന്ന് എന്ത് വരമാണ് ആവശ്യപ്പെട്ടത്? മനുഷ്യനായിട്ട് വരുന്നത് കാണുവാൻ. അതെ. ബ്രഹ്മാവ് എന്താണ് ഉപദേശിച്ചത്? ഇവിടെ തന്നെ തുടർന്ന് നിന്നാ മതി, രാമൻ ഇതുവഴി വരും ത്രേതായുഗത്തില്. അപ്പോഴ് വാനരന്മാര് വരുമ്പോൾ അവരിൽ നിന്ന് രാമനെ പറ്റി അറിയാനും അതെ ദർശനം ലഭിക്കാനും ഇടവരും. സ്വയംപ്രഭ ധ്യാനത്തിൽ എന്താണ് കണ്ടത്? കടൽ തീരത്തുണ്ട് ഉദ്യാനത്തിൽ, അവിടെയുള്ള സുന്ദരമായ ഉദ്യാനത്തിൽ സീത വസിക്കുന്നു എന്ന് ധ്യാനത്തിൽ മനസ്സിലാക്കി വാനരന്മാരോട് പറഞ്ഞു. അതെ. അടുത്ത ആൻസർ ശ്യാമള പറയും. വാനരന്മാരുടെ ദുഃഖഹേതു എന്തായിരുന്നു? പറഞ്ഞ നാളിനടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതെ അതെ കറക്റ്റ്. സുഗ്രീവൻ അനുവദിച്ച സമയം കഴിയാൻ 2 ദിവസമേ ബാക്കിയുള്ളൂ. സീതയെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അംഗദനെ ആശ്വസിപ്പിച്ചത് ആരാണ്? കറക്റ്റ്. വാനരന്മാർ കണ്ടുമുട്ടിയ സമ്പാദിയുടെ ചരിത്രം എന്താണ്? ശ്യാമള. സമ്പാദി ജടായുവിന്റെ സഹോദരനാണ്. അപ്പൊ അവര് സൂര്യന്റെ നേർക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ കുതിച്ചു പോയപ്പോഴ് ചിറക് കരിഞ്ഞുപോയി, സമ്പാദി താഴെ വീണു. അപ്പം ശാപമോക്ഷം മഹർഷി ചന്ദ്രമ എന്ന മഹർഷി അനുഗ്രഹം കൊടുത്തു. ശ്രീരാമനെ അവതാര സമയത്ത് സീതയെ അന്വേഷിച്ച് വാനരന്മാര് വരും, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോ നിനക്ക് ചിറക് മുളയ്ക്കും എന്ന് പറഞ്ഞു. ചിറകുകൾ തിരിച്ചു കിട്ടും. വെരി ഗുഡ്. അടുത്ത സത്യഭാമ. സമ്പാദി പറഞ്ഞ കഥ എന്താണ്?
മകനായ സുവർണൻ. സുവർണൻ ഭക്ഷണം ഇതാകും ഒന്നും കഴിക്കാതെ കണ്ട് ചിറകൊന്നില്ലാതെ കണ്ട് അവിടെ വിന്ധ്യാചലോപരി താമസിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി സുവർണനോട് പിന്നെ വനത്തിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പോയി പറഞ്ഞു. അപ്പോ സുവർണൻ വരാൻ താമസിച്ചു. അപ്പോൾ സുവർണൻ കണ്ടത് 10 തലയുള്ള രാക്ഷസ വർഗത്തിൽപ്പെട്ട ഒരാള് രാവണനെയെ അന്ന് സംശയിക്കുന്ന രീതിയിൽ, അതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീയും കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ രാമ രാമ എന്ന് വിളിച്ചു പോകുന്നു. അവരെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല, അതാണ് കുറച്ച് താമസിച്ചു പോയത് എന്നുള്ള. സമ്പാദി സീതാദേവി എവിടെയുണ്ടെന്നാണ് പറഞ്ഞത്? ശ്യാമള. ലങ്കയിൽ അതെ, ത്രികൂടാചലത്തിന്റെ മുകളിലുള്ള ലങ്കാനഗരിയിൽ അശോകവനിയിലാണ് ഉള്ളത്. എത്ര ദൂരമാണ് കടലിലൂടെ പോകേണ്ടത്? 100 യോജന. സത്യഭാമ, എത്ര ദൂരം പോണം? 100 യോജനയല്ല. 100 യോജന. ഇത്രയും ദൂരം സീതയിരിക്കുന്ന സമ്പാദിക്ക് എങ്ങനെ കാണാൻ പറ്റി? ഒരു കഴുകന് 400 യോജന വരെ കാണാൻ പറ്റി. അതുകൊണ്ട് അടുത്തത് ശ്യാമള. സമ്പാദിക്ക് ചിറകുകൾ ലഭിച്ചപ്പോൾ വാനരന്മാർ എന്ത് മനസ്സിലാക്കി? രാമനാമം കൊണ്ട് അസാധ്യമായത് സാധ്യമാകും, മൂകനെ സംസാരിപ്പിക്കും, മുടന്തനെ മല കയറ്റും എന്ന് മനസ്സിലായി. ജാമ്പവാന്റെ ഉപദേശപ്രകാരം അങ്കദൻ എന്താണ് ചെയ്തത്? സത്യഭാമ. അങ്കദൻ എല്ലാവരെയും കൂട്ടി സഭ കൂടി അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചു. അവർക്കൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് ഹനുമാരെ കുഴം വന്നപ്പോ ഹനുമാനെ പിന്നെ പുഴത്തി പറഞ്ഞുകൊണ്ട് ഒരു ശക്തി അർപ്പിച്ചു ഹനുമാനെ. കറക്റ്റ്. ഇത് കേട്ട ഹനുമാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോയി സീതാദേവിയെ കണ്ടു തിരിച്ചു വരും എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. അതെ. സത്യഭാമ. ഹനുമാൻ പോകുന്ന വഴിയിൽ കടലിൽ നിന്ന് ഉയർന്നു വന്ന മൈനക പെയ്ത എന്താണ് പറഞ്ഞത്? മൈനാകം ഇവരോട് ഇതിന്റെ പുറത്ത് കുറച്ചും കൂടെ വിശ്രമിച്ചിട്ട് പോകാൻ പറഞ്ഞു ഹനുമാൻ. അതെ. ഹനുമാൻ എന്താണ് മൈനാകത്തോട് പറഞ്ഞത്? ശ്യാമള. ശ്രീരാമ കാര്യത്തിന് പോകുന്ന വഴിക്ക് വിശ്രമമോ ആഹാരമോ പാടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ മാത്രം തലോടി. ഹനുമാന്റെ വഴി തടഞ്ഞ 2 പേർ ആരൊക്കെയാണ്? സുരസ സർപ്പരാക്ഷസി, സിന്ധിക നിഴൽ പിടിച്ചു കഴിക്കുന്ന രാക്ഷസി. ലങ്കയിലെത്തിയ മാരുതി എന്താണ് ചെയ്തത്? ലങ്കാലക്ഷ്മിയുടെ അടുത്ത് ലങ്കാലക്ഷ്മി തടഞ്ഞ്. അതെ. ഏത് രൂപത്തിലാണ് മാരുതി പ്രവേശിച്ചത്? വളരെ അദൃശ്യവും വളരെ ചെറിയ രൂപവുമാണ് ഹനുമാൻ സ്വീകരിച്ചത്. ഹനുമാനെ തടഞ്ഞത് ആരാണ്? ലങ്കാലക്ഷ്മിയുടെ വേറൊരു പേരെന്താണ്? ലങ്കിനി. എങ്ങനെയാണ് ലങ്കാലക്ഷ്മി അടിച്ചത്? മുഷ്ടി ചുരുട്ടിയാണ് അടിച്ചത്. അനേകം വരങ്ങൾ നൽകിയ കൂട്ടത്തിൽ ബ്രഹ്മാവ് രാവണനോട് എന്താണ് പറഞ്ഞത്? കാവൽക്കാരിയെ ഒരു ത്രേതായുഗത്തില് കാവൽക്കാരിയെ ഒരു വാനരം വന്ന് അടിക്കും, അപ്പോൾ നിന്റെ അധപ്പതനത്തിന് കാരണമാകും, തുടക്കമാകും. അതെ, കറക്റ്റ്. ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ ആദ്യം എത്തിയത് എവിടെയാണ്? വിഭീഷണന്റെ ഹരി എന്ന് കൊത്തിവെച്ച
രമ്യഹർമ്മത്തിൽ. ഓക്കെ. വിഭീഷണ മന്ദിരത്തിൽ ഹനുമാൻ എങ്ങനെയാണ് പ്രവേശിച്ചത്? ബ്രാഹ്മണ രൂപത്തിൽ. ആ, രാവണന്റെ രൂപത്തിൽ. രാവണ ബ്രാഹ്മണൻ രൂപത്തിൽ. വിഭീഷൺ ഭയം കൂടാതെ ഇന്ന് ഈ ദുഷിച്ച സ്ഥലത്ത് എങ്ങനെ താമസിച്ചു? രാമനാമം ജപിച്ചുകൊണ്ട്. ആരെ പോലെ ഒരു ഉദാഹരണം? കൺപോളകൾ മൂർത്ത പല്ലുകൾക്കിടയിൽ നാവ് കഴിയുന്നത് പോലെ. ഹനുമാൻ എന്തിനാണ് ലങ്കയിൽ വന്നതിന് എന്തുത്തരം നൽകി? അന്വേഷിച്ച് പറയാനാണ്, അല്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കാനല്ല എന്നുള്ള. അല്ലല്ല, താൻ രാമദൂതനാണെന്നും സീതാദേവി അന്വേഷിച്ചു വന്നതാണെന്നും വിഭീഷണനോട് പറയുന്നു. സീതാദേവി ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ആരാണ്? വിഭീഷണൻ. സീതാദേവി എവിടെയാണ് വസിച്ചത്? അശോകവനത്തിൽ. ശിംശവാ വൃക്ഷത്തിന്റെ താഴെ. രാക്ഷസികളായ കാവൽക്കാരുടെ കൂട്ടത്തിൽ 2 പേർ വിഭീഷണന്റെ ആൾക്കാരായിരുന്നു. അതാരൊക്കെയാണ്? സരമ ഭാര്യയും ത്രിജട മകളും. ഹനുമാൻ കണ്ട ദൃശ്യം എന്തായിരുന്നു ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുമ്പോൾ? സീതാദേവി, രാവണനും സീതാദേവിയും അതെ, രാവണന്റെ ഘോഷയാത്ര. സീതയുടെ ഏത് വാക്കുകളാണ് ഹനുമാൻ ശ്രദ്ധിച്ചത്? രാമ രാമ അല്ല, രാവണൻ സീത ഇങ്ങനെ വിലപിക്കും, തന്നെത്താനെ നിന്ന് വിലപിക്കുകയാണ്. രാവണൻ 1 മാസത്തെ സമയം തന്നിരിക്കുന്നു, എനിക്ക് സഹിക്കാനാവില്ല അയാൾ എന്നെ തൊടുന്നത്, അതുകൊണ്ട് ദേഹം ഉപേക്ഷിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരൂ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? രാമൻ കൊടുത്ത അങ്കുലീകം അവിടെ. കറക്റ്റ്. രാമനാമ ജപത്തോടെ മോതിരം സീതയുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു. മോതിരം സീതയിലുണ്ടാക്കിയ പ്രതികരണം എന്തായിരുന്നു? രാമന്റെ മോതിരം കണ്ട് സന്തോഷത്തോടെ. സ്വപ്നമാണ്. ഇവിടെ എങ്ങനെ ഈ മോതിരം വരുന്ന ആദ്യം അത്ഭുതപ്പെടുന്നു, പിന്നെ സ്വപ്നമാണെന്ന് വിചാരിക്കുന്നു. രാമനാമം ചൊല്ലുന്ന മർക്കടനോട് സീത എന്താണ് ചോദിച്ചത്? നീ ആരാണ് എന്ന് പറയണം. രാമനാമം ചൊല്ലുന്ന നീ ആരാണ്? മോതിരം എങ്ങനെ കിട്ടി? ഹനുമാൻ എങ്ങനെയാണ് സീതാദേവിയുടെ വിശ്വാസം നേടിയത്? ഇവരുടെ വൃത്താന്തങ്ങൾ, നേരത്തെയുള്ള വൃത്താന്തങ്ങളും കാകവൃത്താന്തവും. അതെ, കറക്റ്റ്. ദുർബലനും ചെറിയവനുമായി നീ എങ്ങനെ രാക്ഷസന്മാരിൽ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ എന്ത് പറഞ്ഞു ഹനുമാൻ? അതെ, രാമന്റെ സേവകനും ദാസനുമായി എനിക്ക് രാമൻ നിർദ്ദേശിക്കുന്ന പോലെ ചരട് വലിക്കുന്ന പാവയെ പോലെയാണെന്ന് പറയും. ഹനുമാൻ സാധാരണ വ്യക്തിയല്ലെന്ന് സീത എങ്ങനെ മനസ്സിലാക്കി? സാധാരണ ഒരു വ്യക്തിയെ രാമൻ സീതാദേവിയുടെ അടുത്തേക്ക് അയക്കില്ല. അസാധാരണ സൽസ്വഭാവമുള്ള ഒരാളെ മാത്രമേ അയക്കൂ. അതുകൊണ്ട് വിഭീഷണന്റെ സരമയും ത്രിജടയും സീത എന്ത് പറഞ്ഞു അവരുടെ സ്വപ്നത്തെ പറ്റി? സ്വപ്നത്തില് പിന്നെ ഹനുമാൻ വരുന്നതും രാവണനെ വധിക്കുന്നതും സ്വപ്നം. കറക്റ്റ്. സീത ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഹനുമാൻ എന്ത് പറഞ്ഞു? വിഷമിക്കണ്ട, എന്റെ ചുമലില് ഇരുന്നാല് പിന്നെ ചുമലിലേറ്റി കൊണ്ടുപോകാം എന്ന് പറയുന്നു. അപ്പോൾ സീത എന്താണ് പറഞ്ഞത്? പോകാൻ പറഞ്ഞിട്ടില്ലാണ്. അതെ, ശ്രീരാമൻ തന്നെ വന്ന് കൊണ്ടുപോയാലേ കീർത്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ
രാമന്റെ കൽപ്പന എന്തായിരുന്നു എന്ന് സീത പറയുന്നു? രാമൻ കണ്ടുവരാനേ പറഞ്ഞോളൂ. സീതയെ കണ്ടെത്തുക. കണ്ടെത്തുവാനേ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല അല്ലേ? ശരി, സായിരാം നല്ലപോലെ ആൻസേഴ്സ് പറഞ്ഞു കേട്ടോ. സായിരാം. ഗൗരി തീർത്ഥ സമസ്ത ലോക പറഞ്ഞോളൂ. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.